പിന്നെ നമ്മുടെ ഈ സോ കോൾഡ് പ്രോസസ് ഓഫ് സെലക്ഷൻ, അത് ഈ വരുന്ന കാലത്ത് നമ്മുടെ പ്രയോറിറ്റീസ് വേറെ ആയിരിക്കും. ഒരു അഭിനേതാവ് ആദ്യമായിട്ടൊരു സിനിമാ രംഗത്തേക്ക് വരുമ്പോൾ അയാളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് വലിയ എസ്റ്റാബ്ലിഷ്ഡ് സംവിധായകരോട് വർക്ക് ചെയ്യുക, വലിയ വലിയ ബാനറുകളുടെ പ്രൊഡക്ഷൻസിൽ ഭാഗമാവുക. അപ്പൊ എന്റെയും പ്രയോറിറ്റി അതായിരുന്നു. ആദ്യകാലത്ത് ഞാൻ ഓരോ സിനിമ തിരഞ്ഞെടുക്കുന്നതും സംവിധായകൻ എത്ര വലുതാണ്, എത്ര വലിയ ബാനറാണ് സിനിമ നിർമ്മിക്കുന്നത് എന്നുള്ളതിലായിരുന്നു. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ഈസ്തെറ്റിക്സ് നമുക്ക് കുറച്ചുകൂടെ ഫോഴ്സ് ചെയ്യാൻ സാധിക്കും. നമുക്കിഷ്ടമുള്ള തരത്തിലുള്ള പ്രമേയങ്ങൾ, നമുക്കിഷ്ടമുള്ള തരത്തിലുള്ള സിനിമകളുടെ ഭാഗമാവുക. അപ്പൊ ആ ഒരു ട്രാൻസിഷന്റെ ഭാഗം ഞാനുമായി. ഇന്നിപ്പോൾ എന്റേത് എന്ന് പറഞ്ഞ് തിയേറ്ററുകളിൽ എത്തുന്ന സിനിമയിൽ ഒട്ടുമുക്കാലും എല്ലാം എന്ന് പറയുന്നില്ല, മിക്ക സിനിമകളും എന്റെ ഈസ്തെറ്റിക്സിന് അനുയോജിച്ച സിനിമയാണ്. ഇപ്പോൾ ഞാൻ എന്റെ ഈസ്തെറ്റിക്സിന് അനുയോജ്യമല്ലാത്ത സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ഇപ്പോഴും അഭിനയിക്കുന്നുണ്ട്. അതിന് കാരണങ്ങൾ മറ്റതാണ്. ഒരു കമേഴ്ഷ്യൽ സിനിമ, ഒരു നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു വലിയ റിട്ടേൺ ഒരു നിർമ്മാതാവിന് കിട്ടാൻ സാധ്യതയുള്ള ഒരു കമേഴ്ഷ്യൽ വെഞ്ചർ എന്നുള്ള നിലയ്ക്ക് ഇൻഡസ്ട്രിക്ക് മിക്കപ്പോഴും ഒരു ഉണർവാകാൻ സാധ്യതയുള്ള ഒരു സിനിമ, അങ്ങനെ മുന്നിൽ കണ്ടുകൊണ്ട് അഭിനയിക്കുന്ന സിനിമകളുണ്ട്. പോക്കിരി രാജ എന്നൊക്കെ പറയുന്ന സിനിമകൾ അങ്ങനെ സെലക്ട് ചെയ്യുന്ന സിനിമകളാണ്. ആ സിനിമ കാരണം മലയാളത്തിലൊരു ഒരു പുതിയ ഒരു വാതിൽ തന്നെ തുറക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു 2 താരങ്ങൾ ഒന്നിച്ച് ഒരു വലിയ ബഡ്ജറ്റിൽ ഒരു സിനിമ നിർമ്മിച്ച് അതിലൊരു വളരെ വലിയ ലാഭം ഒരു നിർമ്മാതാവിനെ കണ്ടെത്താൻ സാധിക്കുമ്പോൾ ഇനിയും അങ്ങനത്തെ സിനിമകൾ, അത്രയും പൈസ മുടക്കി അത്രയും സ്കെയിലുള്ള വലിയ സിനിമകൾ നിർമ്മിക്കാൻ കൂടുതൽ ആൾക്കാർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ആ സിനിമയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ചിന്തയിൽ, ഇപ്പോൾ അൻവർ, വീട്ടിലേക്കുള്ള വഴി എന്നൊക്കെ പറഞ്ഞ സിനിമകൾ ചെയ്യുന്ന മറ്റൊരു ചിന്തയിൽ. രാവണൻ എത്രമാത്രം ബ്രേക്ക് ആയി തീർന്നു കരിയറിൽ? രാവണൻ എന്ന് പറയുന്ന ഒരൊറ്റ സിനിമ കാരണം ഇന്ന് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടനെ ബോളിവുഡിലും ഇന്ത്യയിലും ഇനവേ ലണ്ടൻ, ഫ്രാൻസ് ഒക്കെ പറയുന്ന സ്ഥലങ്ങളിൽ ഇന്നിപ്പോ കൊറിയൻ ഫിലിം ഫെസ്റ്റിവലിന് പോയിരിക്കുകയാണ്, പുസാൻ ഫിലിം ഫെസ്റ്റിവലിന് പോയിരുന്നു, വെനസിൽ പോയിരുന്നു. എനിക്ക് അവിടെ ഒന്നും പോകാൻ പറ്റില്ല, കാരണം ഞാൻ എന്റെ സ്വന്തം പ്രൊഡക്ഷന്റെ തിരക്കിലായിപ്പോയി. അവിടെയൊക്കെ ഇന്ന് ഞാനെന്ന് പറയുന്ന നടനെ പറ്റി ആൾക്കാർക്ക് അറിയാം. ഇപ്പോൾ പുസാൻ ഫിലിം ഫെസ്റ്റിവലിൽ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ആക്ടറിനെ പറ്റി ഒരു സിനോപ്സിസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്കൊരു ഭയങ്കര വലിയ നേട്ടമായിട്ടാണ് തോന്നുന്നത്. മണിരത്നം എന്ന് പറയുന്ന ഫിലിം മേക്കർ അദ്ദേഹത്തിന്റെ കരിയറിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സിനിമ, അതിന്റെ ചെലവാണെങ്കിലും വലിപ്പമാണെങ്കിലും ക്യാൻവാസ് ആണെങ്കിലും ഏറ്റവും വലിയ സിനിമയിലെ ഒരു കേന്ദ്ര കഥാപാത്രമായി തെരഞ്ഞെടുത്തത് ഈ മലയാളം എന്ന് പറയുന്ന ഒരു ചെറിയ ഫിലിം ഇൻഡസ്ട്രിയിലെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ചെറിയ നടനെയാണ്. ഞാനായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചോയ്സ് എന്ന് പറയുമ്പോൾ അത് ഞാനെന്ന് പറയുന്ന ആക്ടറിന് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് തരുന്നൊരു കാര്യമാണ്. അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഏത് നടനെ വേണമെങ്കിലും ആ വേഷത്തിലേക്ക് ക്ഷണിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുത്തത് എന്നെയാണെന്ന് പറയുമ്പോൾ ആസ് എൻ ആക്ടർ എന്റെ വളർച്ചയുടെ ഏറ്റവും വലിയ പടിയാണ് ഞാൻ ചവിട്ടിയതെന്ന് ഞാൻ കരുതുന്നു. അൻവറിലാവുമ്പോൾ സമകാലിക വിഷയത്തെ ഊന്നിക്കൊണ്ടുള്ള ഒരു ചിത്രമാണ്. എന്നാൽ ഉറുമിയിലേക്ക് പോകുമ്പോൾ ചരിത്ര പശ്ചാത്തലത്തിലുള്ള ഒരു ചിത്രം. ഒരേ സമയം രണ്ട് അറ്റത്ത് നിൽക്കുന്ന തീമുകളിലാണ് പൃഥ്വി വന്നിരിക്കുന്നത്. ഉറുമിയുടെ വിശേഷങ്ങൾ ഒന്ന് പറയും. ഉറുമി എന്ന് പറയുന്ന സിനിമ മലയാളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രൊഡക്ഷൻസിൽ ഒന്നാണ്. അത് ഒരു മലയാള സിനിമയുടെ ബഡ്ജറ്റ് എന്നൊക്കെ പറയുന്നതിന്റെ 3 ഇരട്ടി 4 ഇരട്ടി ചെലവഴിക്കേണ്ട ഒരു സിനിമയാണ്. ഉറുമിയുടെ കാലഘട്ടം, ആ സിനിമ നിലനിൽക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ 15ാം അല്ലെങ്കിൽ 16ാം നൂറ്റാണ്ടാണ്. ആ സിനിമ തുടങ്ങുന്നത് വാസ്കോഡഗാമ രണ്ടാമത് ഇന്ത്യയിലേക്ക് വന്ന സമയത്താണ്. അതായത് 1502 AD എന്ന് പറയുന്ന കാലത്തിലാണ് ആ സിനിമ തുടങ്ങുന്നത്. അതിനുശേഷം ആ സിനിമയുടെ പ്രധാന കഥ നടക്കുന്നത് വാസ്കോഡഗാമ 3ാമത് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്ന സമയത്താണ്. വാസ്കോഡഗാമ എന്ന് പറയുന്ന ഗവേഷകൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോറർ, അദ്ദേഹം മരിക്കുന്നത് കേരളത്തിൽ വെച്ചാണ്. അത് പലർക്കും ഒരുപക്ഷെ അറിയാത്ത കാര്യമായിരിക്കും. അദ്ദേഹത്തിന്റെ മരണത്തിലാണ് ഈ സിനിമ പര്യവസാനിക്കുന്നത്. കഥ
ഇമാജിനറിയാണ്, ഫിക്ടീഷ്യസ് ആണ്. നമ്മൾ സാങ്കല്പികമായ ഒരു കഥയും അതിലെ പ്രധാന കഥാപാത്രമായ കേളു നായനാറും സാങ്കല്പികമായ കഥയും കഥാപാത്രവുമാണ്. പക്ഷെ ഈ കഥയും ഈ കഥാപാത്രവും ജക്സ്റ്റപ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥ ചരിത്രത്തിന്റെ മുകളിലാണ്. നാം കണ്ടുവരുന്ന വേഷങ്ങൾ അതിൽ നിന്നെല്ലാം മാറി ചരിത്ര പശ്ചാത്തലത്തിലുള്ള ഒരു വേഷം എന്ന് പറയുമ്പോൾ അത് ചെയ്തു ഫലിപ്പിക്കാനും അതിന്റേതായ ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കും. ആ ഒരു കാലഘട്ടം അത് പഠിക്കണം അല്ലെ, ഡയറക്ടർ പറഞ്ഞു തരും എങ്കിലും, തിരക്കഥാകൃത്തും അത് പറഞ്ഞു തരുമെങ്കിലും ആ കാലത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള പണിയാണെന്ന് തോന്നുന്നു. ഈ കാലത്തിനെ പറ്റി ഡയറക്ടർ പറഞ്ഞതെന്നും തിരക്കഥാകൃത്ത് പറഞ്ഞതെന്നുമല്ല, ഞാൻ എന്റേതായ വളരെ എക്സ്റ്റൻസീവ് ആയിട്ട് റിസർച്ച് ഞാൻ നടത്തിയിട്ടുണ്ട്. ഇതിലെ തിരക്കഥാകൃത്തായ ശങ്കർ രാമകൃഷ്ണൻ ഇതിന്റെ തിരക്കഥ എഴുതുമ്പോൾ നമ്മൾ ഒരുമിച്ച്, ഞാനും ശങ്കറും മാസങ്ങൾ ഒരുമിച്ച് ചെലവഴിച്ചാണ് ഇതിന്റെ തിരക്കഥയുടെ ഒരു ഫൈനൽ ഫോർമാറ്റിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോ ഇതിന്റെ ആ കാലഘട്ടത്തിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങളും ആ കാലഘട്ടത്തിലെ കാര്യങ്ങളും എല്ലാം വളരെ ആഴത്തിൽ തന്നെയാണ് ഞാനും പഠിച്ചിരിക്കുന്നത്. പിന്നെ അതിന്റെ ചില സിനിമയ്ക്ക് വേണ്ടി നമുക്ക് എടുക്കേണ്ടി വന്നിട്ടുള്ള ചില ലിബർട്ടീസ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ 16-ാം നൂറ്റാണ്ടിൽ അന്ന് ഉണ്ടായിരുന്ന കേരളം എന്ന് പറയുന്ന ജിയോഗ്രഫിക്കൽ സ്ഥലം, അന്നവിടെ അന്നത്തെ വേഷവിധാനങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ അന്ന് സ്ത്രീകൾ പോലും അവരുടെ മാറുമറച്ചിരുന്നില്ല. നമുക്കൊരു സിനിമയിൽ അത് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ചില ലിബർട്ടീസ് നമുക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിനെ ഒരു സോ കോൾഡ് ഒരു മലയാളം ഫിലിം മാത്രമായിട്ട് നിലനിർത്താൻ പാടില്ല എന്നുള്ളതുകൊണ്ട്, അല്ല അതിന്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ അത്രയും വലുതായിട്ട് നമുക്കൊരു മലയാളം മാത്രമായിട്ട് അതിനെ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊരു ലിബർട്ടി എടുത്ത് ഇതിന്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ എന്ന് പറയുന്ന ഒരു റോമൻ ലുക്കിലൊക്കെ നമ്മളാണ് അങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു കംപ്ലീറ്റ്ലി ഒരു നാലുകെട്ട്, ഒരു കസവ് എന്നൊക്കെ പറയുന്ന അത്തരം ലുക്കിലേക്കൊന്നും പോയിട്ടില്ല. പിന്നെ ഈ പറയുന്ന പോലെ ഇതിന്റെ ഭാഷ, അന്ന് എക്സിസ്റ്റ് ചെയ്തിരുന്ന മലയാള ഭാഷ അല്ലെങ്കിൽ അന്ന് എക്സിസ്റ്റ് ചെയ്തിരുന്ന സ്ലാങ് അല്ലെങ്കിൽ കൊളോക്കിയലിസം ഒക്കെ പറയുന്നത് ഒരു സാധാരണ പ്രേക്ഷകനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് നമ്മൾ അത്യാവശ്യം ലിബർട്ടീസ് എടുക്കുകയും എന്നാൽ ഒരു കണ്ടംപററി മലയാളം ആക്കാതിരിക്കുകയും ഒക്കെ ചെയ്ത്, അപ്പൊ അത്തരത്തിലൊരു ബാലൻസ് ഇതിനാവശ്യമായിരുന്നു. യഥാർത്ഥ ചരിത്രത്തിൽ റിയലി എന്താണ് അവിടെ സംഭവിച്ചിരുന്നതും നമ്മൾ സിനിമയ്ക്ക് വേണ്ടി എടുക്കുന്ന ലിബർട്ടീസും തമ്മിൽ ഒരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യാനേ സാധിക്കും. അല്ലാതെ നമ്മളിപ്പോ 15-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ നമ്മളൊരു സിനിമ ചെയ്യാൻ പോവാണെങ്കിൽ ഒട്ടും റിലേറ്റബിൾ അല്ലാതെ പോകും സിനിമ. ഇന്നത്തെ മലയാള സിനിമയെ പൃഥ്വിരാജ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മളൊരു വലിയ മാറ്റത്തിന്റെ തുടക്കത്തിലാണ്. അതൊരു വലിയ സന്തോഷമുള്ള കാര്യം. ഇൻ ടേംസ് ഓഫ് നിർമ്മിക്കപ്പെടുന്ന സിനിമകൾ, നമുക്ക് വരുന്ന പുതിയ ടെക്നീഷ്യൻസ്, അതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കത്തിൽ തന്നെയാണ്. അത് എന്നെ പോലെയുള്ള ചെറുപ്പക്കാരായ ആർട്ടിസ്റ്റുകൾക്ക് ഭയങ്കരമായിട്ട് പ്രതീക്ഷയും സന്തോഷവും തരുന്ന കാര്യം. പക്ഷെ നമുക്ക് വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം, നമ്മൾ സിനിമകളെ പ്രേക്ഷകർ എന്ന നിലയ്ക്ക് നമ്മൾ സിനിമകളെ കാണുന്ന രീതി, നമ്മുടെ ഒരു ആസ്വാദന രീതി, അത് എത്ര പെട്ടെന്ന് നമ്മൾ കുറച്ച് വളർത്തേണ്ട കാര്യമുണ്ട്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മളായിരുന്നു ഏറ്റവും ഇന്റലക്ച്വൽ ആയിട്ട് സിനിമകളെ കാണുന്ന ഒരു ജനത മലയാളി സമൂഹമായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ നിന്നൊക്കെ ഒരുപാട് പുറകോട്ട് പോയി. നമ്മൾ പുച്ഛിച്ച് തള്ളിയിരുന്ന തെലുങ്ക് സിനിമകൾ ഡബ് ചെയ്ത് റിലീസ് ചെയ്യപ്പെടുമ്പോൾ ഇവിടെ നമ്മൾ ആരോത്തോടി തിയേറ്ററിൽ പോയി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജനത എത്തിയിരിക്കുന്നു. അത് ആരുടെ കുറ്റമാണ്, എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇപ്പൊ സുബ്രഹ്മണ്യപുരം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് ഇവിടെ എല്ലാവരും വാതോരാതെ പ്രസംഗിക്കുന്നുണ്ട്, അതുപോലൊരു സിനിമ മലയാളത്തിൽ വരട്ടെ. നമ്മൾ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കും. ആരാന്ന് പോലും അറിയാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് ഇത്രയും വയലൻസും ഒക്കെ ഉള്ള, പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയ കഥയൊന്നും പറയാത്ത അങ്ങനത്തെ ഒരു സിനിമ മലയാളത്തിൽ എടുത്താൽ അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതിനിവിടെ ഒരു വിതരണക്കാരനെ കിട്ടുന്ന കാര്യം പോലും സംശയമായി തീരും. അങ്ങനത്തെ അവസ്ഥയിലാണ് നമ്മുടെ ഇൻഡസ്ട്രി. മൊഴി എന്ന് പറയുന്ന സിനിമ, ഞാൻ അഭിനയിച്ച സിനിമയുടെ റിലീസായപ്പോൾ എത്രയോ പേര് വന്നിട്ട് പൃഥ്വിരാജ് ഇതുപോലൊരു സിനിമ എന്താ മലയാളത്തിൽ ചെയ്യാത്തതെന്ന് ഒരുപാട് പേര് ചോദിച്ചു. ആ സിനിമയുടെ പ്രാരംഭഘട്ട ചർച്ചകളുടെ സമയത്ത് പ്രകാശ് രാജും ഞാനും ചേർന്ന് ഇതിനൊരു ബൈലിംഗ്വൽ സാധ്യതയുണ്ടോ, മലയാളത്തിൽ കൂടെ ചെയ്യാൻ സാധിക്കുമോ എന്ന് വിചാരിച്ച് ഒരുപാട് പേരോടൊന്ന് സംസാരിച്ചിരുന്നു. അന്ന് ഇതിന്റെ കഥ പറഞ്ഞപ്പോൾ ആർക്കും താല്പര്യമില്ലായിരുന്നു. അയ്യോ ഇതെങ്ങനെയാണ്, ഒരു ഫൈറ്റും ഇല്ല, ഒന്നുമില്ല, അങ്ങനെ നിങ്ങൾ 4 പേര് ചേർന്നൊരു ഊമ പെണ്ണിന് അങ്ങനെ അത് വെറുതെ അത് ആ ട്രെൻഡൊക്കെ പോയി എന്ന് പറഞ്ഞ് അന്ന് ഇവിടെ ആരും താല്പര്യം കാണിച്ചില്ല. അപ്പോൾ ഒരു അന്യഭാഷാ ചിത്രം നിർമ്മിക്കപ്പെട്ട് ഇവിടെ റിലീസാകുമ്പോൾ അതിനോട് കാണിക്കുന്ന ഒരു അഭിനിവേശം, അതെങ്കിലും മതി ഒരു മലയാള സിനിമയോട് നമ്മൾ കാണിച്ചാൽ നമ്മുടെ സിനിമയുടെ ഗതി കുറച്ചുകൂടെ മെച്ചപ്പെടാൻ. ഇപ്പോ
എല്ലാവരും പോയിട്ട് സുബ്രഹ്മണ്യപുരത്തിനെ വാതോരാതെ വാഴ്ത്തുന്നു. ഇതേ ആൾക്കാർ തന്നെയാണ് ഒരു വിജയ് പടവും അല്ലു അർജുനും പടവും. ഞാൻ വളരെ തുറന്നു സംസാരിക്കാം, വളരെ മോശമായിട്ടുള്ള ഈസ്തെറ്റിക്സും ഒരു തരത്തിലും നമുക്കൊരു നല്ല കഥയെന്നോ നല്ല സിനിമയെന്നോ തോന്നിക്കുന്ന ഒന്നും തന്നെ ഇല്ലാത്ത തരം സിനിമകൾ 4 കോടി രൂപയ്ക്കും 3.25 കോടി രൂപയ്ക്കുമൊക്കെ ഒരു വിതരണക്കാരൻ ഇവിടെ എടുക്കാൻ ധൈര്യം വരുന്നത്. നമ്മളാണ് ആ ധൈര്യം കൊടുക്കുന്നത്. ആ സിനിമ കുറെ പാട്ടും ഡാൻസും ഉണ്ടായാൽ മതി, നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടോളാം എന്ന് നമ്മളാണ് ആ ധൈര്യം കൊടുക്കുന്നത്. അത് മാറ്റണം. പൃഥ്വി ഇപ്പോൾ മലയാള ചിത്രങ്ങളുടെ മലയാളത്തിന്റെ ഒരു അംബാസിഡർ തന്നെയാണ്. അപ്പോൾ ബോളിവുഡ് സ്വപ്നങ്ങൾ പൃഥ്വിയുടെ മനസ്സിലുള്ള അതെന്തൊക്കെയാണ്? എനിക്കെന്നെ ഭയങ്കര ഒരു സ്വപ്നമൊന്നുമല്ല ഈ ഒരു ഹിന്ദി സിനിമയിൽ അഭിനയിക്കണം. അങ്ങനെ ഒരു വലിയ സ്വപ്നമൊന്നുമില്ല. എനിക്കൊരു ഹിന്ദി പടത്തിൽ അഭിനയിക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹമുള്ള ആളായിരുന്നുവെങ്കിൽ ഞാനൊരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹിന്ദി സിനിമയിൽ അഭിനയിച്ചേനെ. ആക്ച്വലി ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് ഒരു 4 ദിവസം മുമ്പ് ഞാൻ അനുരാഗ് കശ്യപ് എന്ന് പറഞ്ഞൊരു ഫിലിം മേക്കർ, അദ്ദേഹം നിർമ്മിക്കുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി ബോംബെയിൽ വെച്ച് എന്നോടൊരു സ്ക്രിപ്റ്റ് വന്ന് പറഞ്ഞു. അപ്പൊ എന്നെ ഇപ്പം ആസ് എൻ ആക്ടർ മലയാളത്തിൽ എനിക്ക് നല്ല സിനിമകൾ ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നെ ആസ് എൻ ആക്ടർ എക്സൈറ്റ് ചെയ്യണം. അല്ലാതെ ഒരു ഹിന്ദി സിനിമ എന്ന് പറയുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു പൈസയുടെ ലാഭമോ അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന ഒരു ഫെയിം കുറച്ചുകൂടെ വലിയൊരു ഫേമസ് ആയ ഒരു ആക്ടർ ആവാൻ പറ്റിയ ഒരു സാധ്യതയോ അതിനോടൊന്നും എനിക്ക് വലിയ ഫാസിനേഷൻ ഇല്ല. എനിക്ക് ജീവിക്കാൻ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ പൈസ മലയാള സിനിമ തന്നെ തരുന്നുണ്ട്. ഇപ്പോൾ എനിക്കുള്ള ഒരു ഫെയിം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഫെയിം വേണമെന്ന് എനിക്ക് ഒരു ആഗ്രഹവുമില്ല. അപ്പൊ ആസ് എൻ ആക്ടർ എന്നെ എക്സൈറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഇനിയും ഹിന്ദി എന്നല്ല ഏത് സിനിമയാണെങ്കിലും അതിലേക്ക് എത്തിപ്പെടുള്ളൂ. വളരെയധികം നന്ദി. കൂടുതൽ താങ്കൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ താങ്കളെ തേടിയെത്തട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു.